ഞാൻ മുഹമ്മദ് അലി. സ്ഥാപനത്തിൻ്റെ പേര് പേപ്പർ ബാഗ് വേൾഡ്. പേപ്പർ ബാഗ് മാനുഫാക്ചറിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിനെ സംരക്ഷിക്കുക, നാളത്തെ ജനങ്ങൾക്ക് വേണ്ടി, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പേപ്പർ ബാഗ് ഉപയോഗിക്കുക. പരിസ്ഥിതിനെ സംരക്ഷിക്കാനും നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയും. 7 വർഷമായി ഈ പേപ്പർ ബാഗ് മാനുഫാക്ചറിങ് തുടങ്ങിയിട്ട്. അന്ന് പരിസ്ഥിതിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം കണ്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ തുടങ്ങിയതാണ് പേപ്പർ ബാഗ്. അതിപ്പോൾ ലോകമൊട്ടാകെ പേപ്പർ ബാഗ് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബ്രൗൺ പേപ്പറിൽ പ്രിന്റ് അടിക്കുകയായിരുന്നു. പിന്നെ അത് മാറി കളർഫുള്ള്. നമ്മളാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പേപ്പർ ബാഗിൽ കളർ ഫുള്ളായിട്ട് ഫോട്ടോകളൊക്കെ കൊടുത്ത് പേപ്പർ ബാഗ് മാനുഫാക്ചർ ചെയ്ത് ആദ്യമായിട്ട് നമ്മളാണ്. പേപ്പർ ബാഗ് വേൾഡാണ്. അതുവരെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ബ്രൗൺ പേപ്പറിൽ പേരടിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അത് പിന്നെ പ്ലാസ്റ്റിക്കിൽ ആൾക്കാർ പല രീതിയിലുള്ള കളറിലൊക്കെ വരുന്നുണ്ടപ്പോൾ അപ്പോൾ നമ്മളും വിചാരിച്ചു പേപ്പറിനെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കളർഫുൾ ആക്കിക്കൂടാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പേപ്പർ ബാഗിലും കളർഫുൾ കൊണ്ടുവന്നത്. അത് ബ്രാൻഡാക്കി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റിനെ അവർക്ക് ബ്രാൻഡ് ആക്കണമെങ്കിൽ പേപ്പർ ബാഗ് അതിമനോഹരമായിരിക്കണം. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം മനോഹരമാക്കി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് വാങ്ങിച്ച് അത് നമ്മൾ എത്ര മനോഹരമാക്കി കൊടുക്കണോ അതിനനുസരിച്ച് നമ്മളും അതിലേറെ. ഇപ്പോൾ പേപ്പർ ബാഗിനെ ഒന്ന് എവിടെ സെർച്ച് ചെയ്താലും പേപ്പർ ബാഗ് വേൾഡ് എന്നാണ് ഫസ്റ്റ് വരിക. റിയലി ഞങ്ങൾ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് പേപ്പർ ബാഗാണ്. ആർക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണോ ആ രീതിയിലാണ് നമ്മൾ പേപ്പർ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ്ഡ് പേപ്പർ ബാഗ് അവർക്ക് എന്തിനാണ് ജസ്റ്റ് ചെറിയൊരു ജ്വല്ലറി ഒരു മാല ഇടാനാണോ അതിന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണസദ്യക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലാണ് 5 കിലോന് 4 കിലോനൊക്കെ വെയിറ്റ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ പേപ്പർ ബാഗ് ഓണസദ്യക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെവിടെ ഡിസൈനർ ഉണ്ട്, പ്രിന്റിങ് ഉണ്ട്, ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആദ്യം ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമർ ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് അത് നമ്മൾ ബാഗാക്കും. നമ്മൾ അവരെ ഓർഡർ തന്ന് അവർക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, ബാഗിന് എന്തെങ്കിലും വല്ല ഫാൾട്ടും ഉണ്ടെങ്കിൽ നമ്മളത് കെയർ ചെയ്തിട്ട് നമ്മളെ ഫാൾട്ടുകൾ പ്രോബ്ലംസ് നമ്മൾ ശരിയാക്കി മാറ്റി ജനങ്ങൾക്ക് എങ്ങനെ അവരെ ഇതിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് അവർ മനസ്സിൽ വിചാരിക്കുന്ന നമ്മൾ പേപ്പറിൽ കൊണ്ടുവരും. അതാണ് പേപ്പർ ബാഗ് വേൾഡിന്റെ പ്രത്യേകത. ഓൾ കേരള വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓൾറെഡി പേപ്പർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇത് കാസർഗോഡുള്ള ഒരു ടീമിന്റെ ബാഗാണ്. തിരുവനന്തപുരം മുതൽ പിടിച്ചിട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പേപ്പർ ബാഗ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്കും GCC, UAE, സ്പെഷ്യലി UAEക്ക് കണ്ടമാനം കൊണ്ട്, ഒമാനിക്ക്, ഖത്തർ, പിന്നെ UK ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു 4-5 ഷോപ്പിന് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സപ്പോർട്ട് ആ സമയത്ത് തീർച്ചയായിട്ടും അവർ ഒരുപാട് ഓഫർ ചെയ്തിരുന്നു. പക്ഷെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളന്ന് കൊറോണന്റെ തൊട്ട് മുന്നായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ സപ്പോർട്ട് ശരിക്കും കിട്ടുന്ന സമയത്താണ് കൊറോണ ലോക്കായത്. എങ്കിലും ഇപ്പോഴും ഗവൺമെന്റിന്റെ നല്ല സപ്പോർട്ടുണ്ട്. കേരളത്തിന്റെ അത്ര ഡെവലപ്പ് ആകാൻ പോണ സ്ഥലം വേറെ ഇല്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മുടെ നാടിനെ സ്നേഹിച്ചിട്ടല്ലേ മറ്റുള്ള സ്ഥലത്തിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ നാട്ടിനെ തന്നെ നമ്മൾ എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്ര മനോഹരമാക്കുക. അതാണ് പേപ്പർ ബാഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
പ്ലാസ്റ്റിക്കിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അത് സ്വയം നമ്മൾ തീരുമാനം എടുക്കേണ്ടതാണ്. നാളത്തെ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്കും വളർന്നു വരുന്ന മക്കൾക്കും തലമുറക്കും വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിനെ എല്ലാവരും ഉപേക്ഷിക്കുക. ഒരു തുണിസഞ്ചിയെങ്കിലും കയ്യിൽ കരുതുക. മാർക്കറ്റിൽ പോകുമ്പോഴും പച്ചക്കറി വാങ്ങുമ്പോഴും റേഷൻ പീടിയിൽ പോകുമ്പോഴും ഒക്കെ നല്ല തുണിസഞ്ചി കിട്ടും. അത് സ്ഥിരമായി ഉപയോഗിക്കുക. കഴിയണ കടകളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് തരുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു പേപ്പർ തന്നെ ചോദിച്ചു വാങ്ങുക. എല്ലാ കടകളിലും പേപ്പർ ബാഗ് ഉണ്ട്, പക്ഷെ അവരത് കീപ്പ് ചെയ്ത് വെച്ചിട്ട് അത് പ്രീമിയർ കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ബാഗ് അവരത് അവിടെ വെക്കും. മറ്റുള്ള കസ്റ്റമേഴ്സിന് അവർ പ്ലാസ്റ്റിക്കിലും നോൺ ഓവനിലൊക്കെ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കലാണ് സാധാരണ. അപ്പൊ അത് ഒരു കസ്റ്റമറിന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം നമ്മൾ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങൂല എന്നുള്ളത്, പ്ലാസ്റ്റിക് ബാഗ് വാങ്ങൂല എന്നുള്ളത്. കസ്റ്റമർ ഓക്കെ, അവരെ ഡിസൈനും അവരതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ മിനിമം ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇവിടെ 8 പേരുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറത്ത് ഒരു 50ഓളം പേര് വേറെയും വർക്ക് ചെയ്യുന്നുണ്ട് 2 സ്ഥലത്തായിട്ട്. ഈ കവർ എന്ന് വെച്ചാല് പ്ലാസ്റ്റിക്കിന് ബദലായിട്ട്, പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നതിന് ബദലായിട്ടുള്ള കവറാണ്. ഇതിൽ ആൾക്കാർക്ക് നട്ട്സ്, ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ്, ബേക്കറിക്ക്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഷോപ്പിക്ക് ഉപയോഗിക്കുക. അതന്നെ ഇട്ടിട്ട് പേപ്പറാണ്, ഇത് കംപ്ലീറ്റ് പേപ്പറാണ്. അതന്നെ ഇട്ടിട്ട് നമുക്ക് പ്ലാസ്റ്റിക് എങ്ങനെ സീൽ ചെയ്യണോ അതുമാതിരി ഇത് ഹീറ്റ് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിനകത്ത് ഇതിന്റെ ചൂടോ അല്ലെങ്കിൽ അതിന്റെ ഇതിനകത്ത് ഹീറ്റൊക്കെ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നിൽക്കും. അത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സൊല്യൂഷനിൽ ഒന്നാണിത്. ബേക്കറി കടയിൽ നിന്നൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് കവറാണല്ലോ കിട്ടുക, അതിന്റെ ഒരു സൊല്യൂഷനാണ് ഈ സാധനം. വിഷൻ എന്താന്ന് വെച്ചാല് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പേപ്പർ ബാഗ് മാനുഫാക്ചർ ആവുക എന്നുള്ളതാണ് നമ്മളെ വിഷൻ. ജനങ്ങൾക്ക് എത്ര വില കമ്മിയാക്കി പേപ്പർ ബാഗ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊന്ന്. അപ്പോ ഇതന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ ബാഗ് മാനുഫാക്ചർ ആവുക എന്നുള്ളതാണ്. പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ പേപ്പർ ബാഗ് വേൾഡ് എന്ന് അറിയപ്പെടണം. ഫാദർ മീൻ മാർക്കറ്റിലാണ്, അനിയന്മാര് ഉണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ എല്ലാവർക്കും ഈ പേപ്പർ ബാഗ് എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളതാവുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന്. കസ്റ്റമർ എത്തിപ്പെടുന്നതെന്ന് വെച്ചാല് ആക്ച്വലി ഞങ്ങൾ ബിഗിനിങ്ങിൽ വളരെ സഫർ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പേപ്പർ ബാഗ് കൊടുക്കുമ്പോൾ അതിന് അടിയിൽ നമ്മൾ നമ്പർ കൊടുക്കും. അങ്ങനെയാണ് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് ഈസി ആയിട്ട് എത്തിപ്പെടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി റെഫറൽ മാർക്കറ്റിംഗ് ആണ്. നമ്മളെ കവർ എവിടെ കണ്ടാലും അത് അട്രാക്റ്റ് ആയിട്ട് ആൾക്കാർ ചോദിക്കും, ഇത് എവിടുന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് കാരണമാണ് ഞങ്ങള് കാസർഗോഡ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. കാസർഗോഡ് ഇഷ്ടമാതിരി കസ്റ്റമർ ഉണ്ട്. വയനാട് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. ഈ വയനാട് പേപ്പർ ബാഗിന്റെ ആവശ്യമായിട്ട് പോയിട്ടില്ല, പക്ഷെ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്. തിരുവനന്തപുരത്തും ഇതേമാതിരിക്കും ആ വൈക്ക് കണ്ണൂര്, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഇവിടുന്നൊക്കെ കസ്റ്റമർ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ മാർക്കറ്റിങ്ങിനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല, ഒക്കെ റെഫറൽ മാർക്കറ്റിംഗ്. ഞങ്ങൾ ബാഗ് എവിടെ കണ്ടിട്ട് അതിന്റെ ആ ക്വാളിറ്റി കണ്ടിട്ടും ആൾക്കാര് കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ്, ആയി വന്നതാണ്. ഇത് പെരിന്തൽമണ്ണെന്ന് ചെറുപ്പളശ്ശേരി റോഡിന് വന്നാല് പാതാക്കര വില്ലേജിന്റെ സ്റ്റോപ്പിലാണുള്ളത്. നയറ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, PTM കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്.